ഇനി അടുത്തൊരു പരീക്ഷണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉപകരണം ഉണ്ടാക്കി അതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. റെഡിയാണോ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഫോം ബോർഡുകൾ പീസുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഫോം ബോർഡ് പീസുകൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു മൾട്ടി LED തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് 4 വയറുകൾ വരുന്നത് കാണാൻ കഴിയും അല്ലേ? പച്ച, നീല, ചുവപ്പ്, പിന്നെ മഞ്ഞ കളറും വരുന്നുണ്ട് അല്ലേ? അതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ ഒരു കത്തി തന്നിട്ടുണ്ട്, ഒരു ബാറ്ററി കണക്ടറും തന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മളൊരു ഉപകരണം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, എന്നിട്ട് അതിനടിസ്ഥാനത്തിൽ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് തന്ന ഫോം ഷീറ്റുകളിൽ 4 എണ്ണം വരിയായിട്ട് നിങ്ങളുടെ ടേബിളിൽ നിരത്തി വെക്കുക. 4 എണ്ണം മാത്രം നിരത്തി വെക്കുക, ഒന്ന് നമുക്ക് മാറ്റി വെക്കുക. ഓക്കെ, 4 എണ്ണം വെച്ചില്ലേ? അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പിൽ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആ 4ൻ്റെയും ഇടയിൽ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ചെറിയൊരു ഗ്യാപ്പ് ഇടുക. ഓക്കെ, വെച്ച് കഴിഞ്ഞില്ലേ? ഒന്നും കൂടി അടുപ്പിച്ച് വെച്ചോളൂ കേട്ടോ, അത്ര ഗ്യാപ്പ് വേണ്ട, ചെറിയൊരു ഗ്യാപ്പ് മതി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻസുലേഷൻ ടേപ്പ് എടുക്കുക, നിർദ്ദേശം ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ട് ഗ്രൂപ്പായിട്ട് ഒരാൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, മറ്റൊരാൾ നീട്ടി ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ 2 വശങ്ങളിലായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒരു തല മുതൽ മറുതല വരെ നീട്ടി ഒട്ടിക്കണം. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഈ തല വരെ നീട്ടി ഒട്ടിക്കുക, അതുപോലെ ഈ വശത്തും ആ തല വരെ നീട്ടി ഒട്ടിക്കണം. ഇതിലൂടെ ഇങ്ങനെ ഈ തല വരെ നീട്ടി ഒട്ടിക്കണം, അതുപോലെ ഇതിലൂടെയും ഈ തല വരെ നീട്ടി ഒട്ടിക്കണം. ഓക്കെ, ഇൻസുലേഷൻ ടേപ്പ് എടുത്തോളൂ. എന്നിട്ട് നീട്ടി ഒരാൾ പിടിച്ചു കൊടുക്കുക, മറ്റൊരാൾ ഒട്ടിക്കുക. നീട്ടി ഒട്ടിക്കുക കേട്ടോ. ഇവിടെ പിടിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വരും. ഇവിടെ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിച്ചോളൂ. ഓക്കെ, ഇനി ഈ സൈഡിലും ഒട്ടിക്കട്ടെ. അതുപോലെ ഒരു സൈഡ് എല്ലാവരും ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഈ സൈഡ് കേട്ടോ. മതി, ഇനി ബാക്കി ഒട്ടിക്കാം. ഓക്കെ, ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ ഒരു പീസ് കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയില്ലേ? ഇനി നമ്മളിത് ചേർത്ത് വെച്ചൊരു ബോക്സ് ആക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരുടെയും ഉള്ളതില്ലേ? ഒരു സൈഡിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ പ്യുവർ വൈറ്റ് ആണ്. ഈ വൈറ്റുള്ള ഭാഗം ഉള്ളിലോട്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഇനി ചേർത്ത് ഇവിടെയും ടേപ്പ് ഒട്ടിക്കുക. ഇവിടെ ഇതുപോലെ ഒരു ടേപ്പ് കൊടുക്കുക കേട്ടോ. ബ്ലാക്കുള്ള ഭാഗം പുറത്തോട്ട് വരണം, അതുപോലെ വൈറ്റുള്ള ഭാഗം ഉള്ളിലോട്ട് വരിക. ആ രീതിയിൽ ആ കോണിൽ ടേപ്പ് ഒട്ടിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള കയ്യിലുള്ള ബോക്സിൻ്റെ നേരത്തെ ഒരു എക്സ്ട്രാ പീസ് ഒന്നും ഇല്ലതില്ലേ? ഈ പീസ് എടുത്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ചേർത്ത് 4 വശങ്ങളും ചേർത്ത് ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവും, ഈ താഴ്ഭാഗം ഒരു ഭാഗം ക്ലോസ്ഡ് ചെയ്യണം. അപ്പോൾ 4 സൈഡിലും നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്നു. ഓക്കെ, എല്ലാ ഗ്രൂപ്പിൻ്റെയും കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടിയില്ലേ? ഈ ഒരു ബോക്സ് കിട്ടി. നേരത്തെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് തന്നിട്ടുണ്ട്, ഒരു മൾട്ടി LED അല്ലേ? ഇതിനുള്ളിൽ നമ്മൾ 4 കളർ പുറത്തോട്ട് വരുന്നുണ്ട്. അതിൽ 3 കളർ, ഈ മഞ്ഞ എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്, ബാക്കിയുള്ള 3 കളറുകൾ നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? സർക്യൂട്ട്. അപ്പോൾ ഇതിൽ ഈ മഞ്ഞയെ നമ്മൾ ഇതിലെ ബാറ്ററിയുടെ കണക്ടറുമായി കണക്ട് ചെയ്യണം. അതായത് ബാറ്ററിയുടെ കണക്ടറിൽ നിന്നും വരുന്ന ചുവപ്പിലെ ഈ മഞ്ഞയുമായി നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുള്ള കണക്ടർ എടുക്കുക, LED ബൾബിൻ്റെ മഞ്ഞയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുക. ചെയ്ത് കഴിഞ്ഞോ? ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ബാക്കിലൊരു സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ സ്റ്റിക്കറിൻ്റെ മുകളിലുള്ള ഇത് മാത്രമേ പറിക്കാൻ പാടുള്ളൂ. ബാക്കിലുള്ള ആ പശയുള്ള മുഴുവൻ ഭാഗം പറഞ്ഞു പോരരുത്. മുകളിലെ സ്റ്റിക്കർ മാത്രം പറിക്കുക. ഓക്കെ, സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളുടെ ബോക്സിൻ്റെ ഉൾഭാഗത്ത് ഈ ബൾബ് നമുക്ക് ഒട്ടിക്കണം. ഒട്ടിക്കേണ്ടത് ഈ സ്റ്റിക്കർ പറിച്ച ഈ ഭാഗം ഇങ്ങനെ നീളത്തിൽ താഴ്ഭാഗത്ത് കൊണ്ടുപോയി ഇങ്ങനെ നീളത്തിൽ വേണം ഒട്ടിക്കാൻ. കണ്ടോ? ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഒട്ടിക്കണം. നല്ല ഒട്ടിച്ചോളൂ. ഓക്കെ, എല്ലാവരും ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ബാറ്ററി തരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കണക്ടറിൽ ബ്ലാക്ക് വയർ ഫ്രീ ആയി കിടക്കുകയാണ് അല്ലേ? അതുപോലെ ബൾബിൽ നിന്ന് വരുന്ന 3 വയറുകൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പച്ച, നീല, ചുവപ്പ്, ഈ 3 കളറുകൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ബാറ്ററി തരുന്ന ഉടനെ എല്ലാവരും ബാറ്ററി കണക്ട് ചെയ്യുക. എന്നിട്ട് ഫ്രീ ആയി കിടക്കുന്ന പച്ചയും കറുപ്പും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ കാണുന്നത് നോക്കുക. പച്ചയും കറുപ്പും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പച്ചയും കറുപ്പും കൊടുത്തപ്പോൾ ഏത് കളറാണ് കിട്ടുന്നത്? പച്ച അല്ലേ?
ഇനി നീല കൊടുത്തു നോക്കൂ, നീലയും കറുപ്പും കൊടുത്തു നോക്കൂ. ഏത് കളറാണ് കിട്ടിയത്? നീല. ഇനി ചുവപ്പും കറുപ്പും കൊടുത്തു നോക്കൂ. ചുവപ്പ് അല്ലേ? അപ്പം നമ്മൾ വരുന്ന ബൾബിൽ നിന്ന് വരുന്ന 3 കളറുകൾ പച്ച, നീല, ചുവപ്പ് എന്നിവ യഥാക്രമം കൊടുത്തു നോക്കിയപ്പോൾ ഏതൊക്കെ കളറാണ് കിട്ടിയത്? പച്ച കൊടുത്തപ്പോൾ പച്ച കിട്ടി, ചുവപ്പ് കൊടുത്തപ്പോൾ ചുവപ്പ് കിട്ടി, നീല കൊടുത്തപ്പോൾ നീല കിട്ടി. അപ്പോൾ ആദ്യം നമ്മളെ കൊടുത്ത ഈ 3 കളറുകളെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. ഇനി പച്ചയും ചുവപ്പും ചേർത്ത് കറുപ്പിലോട്ട് കൊടുത്തു നോക്കൂ. പച്ചയും ചുവപ്പും ചേർത്ത് കറുപ്പിലോട്ട് കൊടുത്തു നോക്കാം. ഏതാ കിട്ടിയത്? മഞ്ഞ കിട്ടിയില്ലേ? മഞ്ഞ കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. ഇനി പച്ചയും നീലയും കൊടുത്തു നോക്കൂ. നീലയാണോ? ആ കളറിന് പറയുന്ന പേരാണ് സിയാന്. സിയാന് എന്ന് പറയുന്ന കളറാണ് കിട്ടിയത്. ഇനി ബാക്കിയുള്ള ചുവപ്പും നീലയും കൊടുത്തു നോക്കൂ. മജന്ത അല്ലേ? മജന്ത കിട്ടി. അപ്പോൾ പച്ചയും ചുവപ്പും കൂടി ചേർന്നപ്പോൾ ഏതാ കിട്ടിയത്? പച്ചയും ചുവപ്പും കൂടി ചേർന്നപ്പോൾ മഞ്ഞ കിട്ടി. അതുപോലെ നീലയും ചുവപ്പും കൂടി ചേർന്നപ്പോൾ മജന്ത കിട്ടി. അതുപോലെ ചുവപ്പും പച്ചയും നീലയും കൂടി ചേർന്നപ്പോൾ സിയാന് കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത 3 കളറുകൾ പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളെ പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത് 2 നിറങ്ങൾ കൂടി ചേർത്തപ്പോൾ ലഭിച്ച നിറങ്ങളായ മജന്ത, സിയാന്, മഞ്ഞ ഈ നിറങ്ങൾ എന്ത് പറയുന്നു? സെക്കൻഡറി കളേഴ്സ്, അതായത് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നു. ഇനി 3 കളറുകളും ചേർത്ത് കൊടുത്തു നോക്കുക. വെള്ള കിട്ടി അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? വെള്ള കിട്ടി. അപ്പോൾ വെള്ള എന്ന് പറയുന്നത്, വൈറ്റ് എന്ന് പറയുന്നത് ഏതെല്ലാം നിറങ്ങൾ കൂടി ചേർന്നതാണ്? പ്രൈമറി കളേഴ്സ് എല്ലാം കൂടി ചേർന്നാൽ ഏത് നിറം കിട്ടും? വൈറ്റ് കിട്ടും അല്ലേ? അപ്പോൾ വൈറ്റ് കിട്ടാൻ നമ്മൾക്ക് എല്ലാ 3 പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ കൂടി ചേർത്താൽ മതി ഇല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ബാക്കി വർണ്ണങ്ങൾ ഉണ്ടായത്? നമ്മൾ പറഞ്ഞു ഈ 3 കളർ കൂടി ചേർന്നപ്പോൾ വെള്ളയുണ്ടായി. പ്രപഞ്ചത്തിലെ ബാക്കി കളറൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഇത്ര കളേഴ്സ് മാത്രമാണോ? അപ്പോൾ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, മജന്ത, സിയാന്, വൈറ്റ് ഈ കളറുകൾ മാത്രമാണോ പ്രപഞ്ചത്തിലുള്ളത്? ബാക്കി കളേഴ്സ് പിന്നെ എങ്ങനെ ഉണ്ടാവുന്നത്? ഇതിൽ ഈ ഓരോ കളറുകളുടെയും ഇപ്പോൾ പച്ചയും ചുവപ്പും കൂടി ചേരുമ്പോൾ പച്ചയുടെ ഇൻറ്റൻസിറ്റി തീവ്രത കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മറ്റ് പല കളറുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ മഞ്ഞ നമ്മൾ കളർ ഉണ്ടാക്കി, ആ മഞ്ഞയിൽ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഒരു ഇളമഞ്ഞ ഉണ്ടാകുന്നു. അങ്ങനെ പല കളറുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓരോ കളറിൻ്റെയും ഇൻറ്റൻസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ എല്ലാ കളറുകളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഉപയോഗിച്ച് 7 വർണ്ണങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇതിനെ നമുക്ക് ഇനി ഒരു സ്ക്രീനിൽ വീഴ്ത്തി നോക്കിയാലോ? ഈ കളറുകൾ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ബോക്സിനകത്തല്ലേ ഉണ്ടാക്കിയത്, ഒരു സ്ക്രീനിൽ വീഴ്ത്തി നമുക്ക് ഇവ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ 3 കളറുകൾ പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് ഇല്ലേ? 3 കളർ ഇതിനുള്ളിൽ കാണുന്നില്ലേ? അതേ കളറുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതിനെ നമുക്കൊരു സ്ക്രീനിൽ വീഴ്ത്തി നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പച്ച, നീല, ചുവപ്പ് മാത്രമാണോ ഉണ്ടാകുന്നത്? ഇനി സെക്കൻഡറി കളേഴ്സ് കൂടി നമുക്ക് കാണുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ ലൈറ്റിനകത്ത്, ഈ ബൾബിനകത്ത് നമ്മൾ പച്ച, നീല, ചുവപ്പ് എന്നീ 3 നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ നിറങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ നീല കാണുന്നു, ഇവിടെ പച്ച കാണുന്നു, ഇവിടെ ചുവപ്പ് കാണുന്നു. അതുപോലെ പച്ചയും നീലയും കൂടി ചേർന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കാണുന്നുണ്ടോ? ഏതാണ് കാണുന്നത്? ഇവിടെ പച്ചയും നീലയും കൂടി ചേർന്ന സ്ഥലത്ത് സിയാൻ കാണുന്നു. നീലയും ചുവപ്പും കൂടി ചേർന്ന സ്ഥലത്ത് മജന്ത കാണുന്നു. പച്ചയും ചുവപ്പും കൂടി ചേർന്ന സ്ഥലത്ത് മഞ്ഞ കാണുന്നു. അതുപോലെ എല്ലാ നിറങ്ങളും കൂടി ചേർന്ന മധ്യഭാഗത്ത് വെള്ളയും കാണുന്നു അല്ലേ? ഓക്കെ, നമ്മളിനി എങ്കിൽ വേറെ രീതിയിൽ വെള്ളം ഉണ്ടാക്കി നോക്കാം. റെഡിയാണോ? ഓക്കെ, ഇവിടെ ഒരു CD-യിൽ ഞാൻ നമ്മുടെ മഴവിലുള്ള 7 നിറങ്ങൾ അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ നിറങ്ങൾ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വേഗത്തിൽ കറക്കി നോക്കാം. ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ നിറങ്ങൾ ഇതിൽ ക്രമമായി കൊടുത്തിട്ടുണ്ട്. ഇതിനെ വേഗത്തിലൊന്ന് കറക്കി നോക്കാം. ഇപ്പോൾ ഏത് കളറാണ് കാണുന്നത്? വൈറ്റ്. അവിടെ നമ്മൾ എന്താണ് കണ്ടിരുന്നത്? വൈറ്റ് കണ്ടു. ഇവിടെയും വൈറ്റ് കണ്ടു. അപ്പോൾ ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ആദ്യം വയലറ്റ് കൊടുത്തു, പിന്നെ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറുവശത്ത് ഞാൻ വേറൊരു രീതിയിൽ ഇതേ കളർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ കറക്കിയാൽ വൈറ്റ് ആവുമോ?
എന്താ ആവാത്തത്? ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ആവുകയില്ല എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, വൈറ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നമ്മൾ കളറുകൾ കൂടിച്ചേരുകയാണോ ചെയ്തിട്ടുള്ളത്? അവിടെ നമ്മൾ ബോക്സിൽ കളറുകൾ കൂടിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മൂലമാണ് നമുക്കിവിടെ വൈറ്റായിട്ട് തോന്നിയത്. കാരണം ഒരു വസ്തു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ 16 സെക്കൻഡ് എങ്കിലും നമ്മുടെ റെറ്റിനയിൽ തങ്ങണം. അങ്ങനെ തെങ്ങിയാൽ മാത്രമേ ആ വസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സ്പീഡിൽ കറക്കുമ്പോൾ 1/16 സെക്കൻഡ് ആകുന്നതിന് മുമ്പേ ഒരു കളർ കണ്ടു, വയലറ്റ് കണ്ടു. വയലറ്റ് കണ്ട് 1/16 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത കളർ വരുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത കളർ വരുന്നു. അപ്പോൾ ഒരു കളറിന് മുകളിലായി അടുത്ത കളർ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയി വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണിന് ഇത് ഏത് കളറാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളെ തലച്ചോറിലെത്തി, തലച്ചോറിൽ ഒന്നെത്തി, അതിന് തൊട്ട് പിറകെ അടുത്തൊന്ന് അങ്ങനെ 1/16 സെക്കൻഡിനുള്ളിൽ ഓരോ നിറങ്ങളും മാറി മാറി വരികയാണ്. അങ്ങനെ ആകുമ്പോൾ കണ്ണിന് ഇത് ഏത് കളറാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, തലച്ചോറിന് ഏതാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ തലച്ചോറ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് വൈറ്റ് എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ശരിക്കും തലച്ചോറ് കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ അവസ്ഥയിലായപ്പോഴോ ഇവിടെ ഒന്നിന് മുകളിൽ ഒന്ന് വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? റെഡ് ഈ ഏറ്റവും പുറത്ത് റെഡ് വരുന്നുണ്ട്, അതിൻ്റെ പുറത്ത് ഓറഞ്ചിലെ ഇങ്ങനെ ഓരോ കളറും ഉള്ളിലായിട്ടാണ് വരുന്നത്. അതായത് ഒന്നിന് മുകളിലോട്ട് ഒരു കളർ കയറി വരുന്നില്ല. അതുകൊണ്ട് തന്നെ തലച്ചോറിന് സംശയം ഉണ്ടാകുന്നില്ല. കാരണം എപ്പോഴും റെഡ് കാണുന്ന സ്ഥലത്ത് എപ്പോഴും റെഡ് തന്നെ കാണുന്നു, ഓറഞ്ച് കാണുന്ന സ്ഥലത്ത് എപ്പോഴും ഓറഞ്ച് തന്നെ കാണുന്നു, വയലറ്റ് കാണുന്ന സ്ഥലത്ത് എപ്പോഴും വയലറ്റ് തന്നെ കാണുന്നു. അപ്പോൾ തലച്ചോറിന് ഒന്നിന് മുകളിൽ ഒന്ന് കടന്നു വരുന്നതായി അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓരോ നിറങ്ങൾ പ്രത്യേകം എടുത്ത് കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഒരു കളറിന് മുകളിലെ ഒന്നിങ്ങനെ ഓവർലാപ്പിംഗ് ആയി വരുന്നത് കൊണ്ട് തന്നെ കണ്ണിന് ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കറക്കിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് എന്താണ് തോന്നുക? ബ്ലാക്ക്. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് കട്ടിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ വൈറ്റ് റൗണ്ട് നമുക്ക് അനുഭവപ്പെടില്ലേ? നമുക്ക് നോക്കാം. വൈറ്റ് ലൈൻ കാണുന്നുണ്ടല്ലേ? ഇവിടെ വൈറ്റ് ലൈൻ ഉണ്ടാക്കിയത് ആരാണ്? ശരിക്കും വൈറ്റ് ലൈൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നമുക്ക് വൈറ്റ് ലൈൻ അനുഭവപ്പെട്ടത്? ഇത് വേഗത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ആദ്യം വൈറ്റ് കാണുന്നു, അതിൻ്റെ പിന്നാലെ നമ്മൾ ഇവിടെ ഈ ബ്ലാക്ക് ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലം കാണുന്നുണ്ട്. പക്ഷേ 1/16 സെക്കൻഡിനുള്ളിൽ ഇത് മാറി മാറി വരികയാണ്. ആദ്യം വൈറ്റുള്ള ഭാഗം കാണുന്നു, അപ്പോൾ തന്നെ ഈ ബ്ലാക്കുള്ള ഭാഗവും കാണുന്നു. അങ്ങനെ മാറി മാറി വരുമ്പോൾ തലച്ചോറിന് ഇവിടെ ഏത് കളറാണ് എന്നുള്ളത് സംശയം തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വൈറ്റ് ആര് കാണിച്ചു തരികയാണ്? തലച്ചോറ് നമുക്ക് വൈറ്റായിട്ട് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഇതിൻ്റെ ഇവിടെ വേറൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കണ്ടില്ലേ, ഒരു ലൂപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ? ഇത് തോന്നിപ്പിക്കണ ആരാണ്? തലച്ചോറ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ പരീക്ഷണത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് നിറങ്ങൾ കൂടിച്ചേരുകയല്ല, പകരം കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന ഒരു പ്രത്യേകത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത മനസ്സിലാക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ നിർമ്മിച്ച ബോക്സിൽ നിറങ്ങൾ കൂടിച്ചേരുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.